السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഓരോ ദിനവും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. നാം ഓരോരുത്തരും ചെയ്ത സർവ്വ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പിഴവുകളൊക്കെ അല്ലാഹു പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അബ്ബാസി ഇബ്നു അബ്ദുൽ മുത്തലിബ് യാ അബ്ബാസു യാ അമ്മാഹു അലാ ഉഅതീക അലാ അംനഹുക അലാ അഹിബ്ബുക അലാ അഫ്അലു ബിക അശ്റൻ ഖിസാലിൻ إذا أنت فعلت ذلك غفر الله لك ذنبك أوله وآخره قديمه وحديثه خطاه وعمده صغيره وكبيره سرا وعلانية. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തങ്ങളുടെ പ്രതിവ്യനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ അബ്ബാസേ, നിങ്ങൾക്ക് ഞാനൊരു ധനം നൽകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ചോദിച്ചു, ഞാൻ നിനക്കൊരു ധനം നൽകട്ടെയോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനൊരു സമ്മാനം നൽകട്ടെയോ, ഞാനൊരു സംഭാവന നൽകട്ടെയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 10 കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ ഇവ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 പ്രയോജനമുണ്ടാകുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഞാനൊരു ധനം നൽകട്ടെ, ഞാനൊരു സമ്മാനം നൽകട്ടെ, ഞാനൊരു സംഭാവന നൽകട്ടെ. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ 10 പ്രയോജനം നിങ്ങൾക്കുണ്ടാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എന്താണ് 10 പ്രയോജനം? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല നിങ്ങളുടെ മുമ്പുള്ളതും പിന്നീടുള്ളതും പഴയതും പുതിയതും പിഴവായി ചെയ്തതും മനഃപൂർവ്വം ചെയ്തതും ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും എല്ലാ പാപങ്ങളും പൊറുക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. പുതിയതുമായിട്ടുള്ള പാപങ്ങൾ മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. ചെറുതാകട്ടെ വലുതാകട്ടെ, മനഃപൂർവ്വമാകട്ടെ അറിയാതെ ചെയ്തതാകട്ടെ, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, എങ്ങനെ ചെയ്തതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെയ്യേണ്ടതെന്താ? നിങ്ങൾ 4 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ 4 റക്അത്ത് നഫൽ സ്വലാത്തു തസ്ബീഹിന്റെ നിയ്യത്തിൽ നമസ്കരിക്കണം. എല്ലാ റക്അത്തിലും ഫാത്തിഹയും സൂറത്തും ഓതണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ദിക്ർ ഒരു റക്അത്തിൽ 75 പ്രാവശ്യം നിങ്ങൾ പറയണം. അങ്ങനെ 4 റക്അത്ത്, ഒരു റക്അത്തിൽ 75, രണ്ടാമത്തെ റക്അത്തിൽ 75, 180. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4 റക്അത്തിലായി 300 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ ദിക്ർ പറഞ്ഞു ഫാത്തിഹയും സൂറത്തും ഓതി നിങ്ങൾ സ്വലാത്തു തസ്ബീഹ് നിങ്ങൾ നിസ്കരിക്ക്. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന 10 പ്രതിഫലമാണ് മഹാനായ ഇബ്നു അബ്ബാസ്
റളിയല്ലാഹു തആല അൻഹു നമ്മളോട് പറഞ്ഞു തരുന്നത്, നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു, ദിവസവും ഒരു പ്രാവശ്യം ഇപ്രകാരം നമസ്കരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ അങ്ങനെ തന്നെ നിസ്കരിക്കണം. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതിന് കഴിയുന്നില്ലെങ്കിൽ എല്ലാ ജുമുഅ ദിവസവും നീ നിസ്കരിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ തസ്ബീഹ് നിസ്കരിക്ക്, അല്ലെങ്കിൽ ജുമുഅ ദിവസം ഒരു പ്രാവശ്യം നമസ്കരിക്കണം. ഇതിനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം നമസ്കരിക്കണം. അതിന് കഴിയാതെ വരികയാണെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം നമസ്കരിക്കണം. അതിനും നിനക്ക് കഴിയാതെ വരികയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ തസ്ബീഹ് നിസ്കരിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, തസ്ബീഹ് നിസ്കാരത്തിൻ്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു റക്അത്തിൽ 75 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ ദിക്ർ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4 റക്അത്തിലായിട്ട് 300 പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങൾക്കും അള്ളാഹു മാപ്പാക്കി തരികയാ. പടച്ചുറബുക്ക് നമുക്ക് പുറത്തു തരികയാ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല വജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫർ ഇബ്നു അബി ത്വാലിബ് ഇലാ ബിലാദിൽ ഹബ്ശതി ഫലമ്മാ ഖദിമ തനകഹു വഖബില ബൈന ഐനൈഹി സുമ്മ ഖാല അലാ അഹബ്ബു ലക അലാ അബ്ശിറുക അലാ അംഹനുക അലാ ഉഹ്തിഫുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനെ എത്യോപ്യയിലേക്ക് യാത്ര അയച്ചു. അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു മദീനത്തിൽ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിന്ന് ആലിംഗനം ചെയ്തു നെറ്റിയിൽ ചുംബിച്ചു സ്വീകരിച്ചു. ശേഷം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, താങ്കൾക്ക് ഒരു ഉപഹാരം നൽകട്ടെ, ഒരു സുവാർത്ത അറിയിക്കട്ടെ, ഒരു സമ്മാനം ഞാൻ നൽകട്ടെ. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് അവിടെ നിന്ന് തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തസ്ബീഹ് നമസ്കാരത്തിൻ്റെ രൂപം അവിടെ നിന്ന് വിവരിച്ചു കൊടുത്തു. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന് അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപഹാരമായിട്ട് കൊടുത്തത് തസ്ബീഹ് നിസ്കാരമായിരുന്നു. ആ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എല്ലാ ദിവസവും നമസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെ നിസ്കരിക്കുക. അല്ലെങ്കിൽ ആഴ്ചയിൽ ജുമുഅ നമസ്കാരം, ആ ജുമുഅ ദിവസത്തിൽ നിസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെ നിസ്കരിക്കുക. അല്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യം, അല്ലെങ്കിൽ വർഷത്തിലൊരു പ്രാവശ്യം, അല്ലെങ്കിൽ തൻ്റെ ആയുസ്സിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കരിക്കണേ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, അതിൻ്റെ മഹത്വം, അതിൻ്റെ സ്ഥാനം, അതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം, അതാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ തസ്ബീഹ് നിസ്കരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച തോറും നിസ്കരിക്കുന്നവരുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, മുടങ്ങാതെ നിസ്കരിക്കുന്നവരുണ്ട്, റമളാൻ മാസത്തിൽ നിസ്കരിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് നമസ്കരിക്കാൻ കഴിയണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഈ ദിക്ർ പറഞ്ഞിട്ടാണ് തസ്ബീഹ് നിസ്കരിക്കേണ്ടത്. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപം എല്ലാവർക്കും അറിയുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നാം ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം പടച്ചുറബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയ കൂട്ടുകാരൻ നിസാർ എന്ന സഹോദരൻ, തൻ്റെ പ്രിയപ്പെട്ട സഹോദരി മരണപ്പെട്ട 5 വർഷം പൂർത്തിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ഖബറിടം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ രോഗം പിടിച്ചു കിടക്കുന്ന ഒരുപാട് പേര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു. എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായി ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഇന്നത്തെ ലൈവ് പ്രഭാഷണം ഉണ്ടായിരിക്കും. എല്ലാവരും നമുക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ്, ഹദീസുകളാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ക്ലാസ് കേൾക്കുകയും അത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ദുആ ഉണ്ടാകണമെന്ന വസിയ്യത്തോടെ നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ദുആ ചെയ്യണം, മറന്നുപോകരുത് എന്ന വസിയ്യത്തോടുകൂടി വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.